മച്ചാമാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മൾ പൈനാപ്പിൾ വാങ്ങാൻ വേണ്ടി ചാടിയതല്ല. നമ്മൾ വീക്കെൻഡിൽ ഒരു ഓഫ് കിട്ടിയപ്പം പതുക്കെ നമ്മുടെ അടുത്തുള്ള ഹൈ റേഞ്ചിലോട്ട് തന്നെ പോകാമെന്ന് ഉദ്ദേശിച്ച് വീട്ടിൽ നിന്ന് ഒരു രാവിലെ 10:30 ആയപ്പോൾ പതുക്കെ ചാടിയതാണേ. ഇത് നമ്മുടെ സ്ഥിരം സ്പോട്ടാണല്ലോ. ഹൈ റേഞ്ച് കയറുമ്പം കുമ്പളിയൊക്കെ പോകുമ്പോൾ നമ്മൾ പെരുവന്താനം വണ്ടി ഒന്ന് സൈഡാക്കും. അവിടെ നല്ല രസമാണ്. റബ്ബറെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അവിടെ ഇപ്പോൾ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്ന കാരണം നല്ല ഭംഗിയുണ്ട് അവിടെ കാണാനായിട്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. രാവിലെയൊക്കെ നമ്മൾ വരുവാണെങ്കിൽ ഒരു 5 മണി 6 മണി സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ല കോടമഞ്ഞ് നമുക്ക് കാണാം. ഒരുപാട് പേര് വരുന്നുണ്ട് ഇവിടെ. ഇന്ന് പിന്നെ നമ്മൾ പോകുമ്പം നമ്മുടെ പെരുവന്താനം വെള്ളച്ചാട്ടത്തിന് ഇവിടെ നമ്മൾ നിർത്തുന്നില്ല. കാരണം എന്നും പോകുമ്പോൾ നിർത്തുന്നതാണ്. പിന്നെ ഇന്ന് നല്ല അയ്യപ്പന്മാരുടെ തിരക്കുമുണ്ട്. വെള്ളമുണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട്, പക്ഷേ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളവിടെ നിർത്തിയില്ല, നേരെ കുട്ടിക്കാനത്തേക്ക് തന്നെ പോയി. ഈ ഹോട്ടൽ പിന്നെ അറിയാമല്ലോ, നമ്മൾ 2 വീഡിയോയ്ക്കകത്തും ഈ ഹോട്ടലുണ്ടായിരുന്നു. ട്രാവൻസ് കോഫി പോയിൻറ്റ്. ഇവിടുത്തെ ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണിയാണ്. നമ്മുടെ പൊന്നൂന് ഭയങ്കര ഇഷ്ടമുള്ള ബിരിയാണിയാണ്. അപ്പോൾ അവിടെ വണ്ടി ഒന്ന് സൈഡാക്കി ബിരിയാണി വാങ്ങാനായിട്ട് നമ്മൾ കയറിയതാണ്. പുറത്ത് വെയിറ്റ് ചെയ്ത് നമ്മൾ നിന്നപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള അജിച്ചേട്ടനും വൈഫും കൂടെ തേനി പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ പതുക്കെ നിർത്തിയ ഒരു വണ്ടി. അവർക്ക് പിന്നെ അങ്ങ് പോകേണ്ടതാണ്. അവർ പെട്ടെന്ന് തന്നെ പോയി. തേനി വരെ ചെല്ലേണ്ടതല്ലേ. ഫൈനലി ബിരിയാണിയൊക്കെ കിട്ടി. ലച്ചു വണ്ടിക്കകത്തേക്ക് വന്നു. ഇനി നമ്മളത് പതുക്കെ അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. അവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ അത്. സിനിമ കണ്ട സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പൊന്നൂർ ലച്ചും കൂടെ പോകുന്നത്. പക്ഷേ സിനിമ കണ്ട സെറ്റപ്പ് ഒന്നും ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. ഷൂട്ടിങ്ങിന് വേണ്ടി പണിതിട്ട ആ ഒരു സെറ്റപ്പിൽ തന്നെ ഇപ്പോഴും കിടക്കുന്നത്. ആ ഒരു ബിൽഡിങ് മൊത്തം കാടൊക്കെ പിടിച്ച് മോളോഷമൊക്കെ കാടൊക്കെ പിടിച്ച് തന്നെ കിടക്കുന്നത്. അത്യാവശ്യം പിള്ളേരൊക്കെ സെറ്റൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഫോട്ടോ എടുക്കാം. പിന്നെ കുറേ മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ. അവിടെ മരത്തിൽ കയറിയൊക്കെ ഫോട്ടോ ഒക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം നമുക്ക് അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് പോകാം. അത്രയും മാത്രമേ ഉള്ളൂ അവിടെ. ഒരു ഹാഫ് ആൻ അവർക്ക് നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അതിനുള്ളൊരു സ്ഥലമൊക്കെ കിട്ടി. പൊന്നൂന് മാത്രമേ ബിരിയാണി വാങ്ങിയിട്ടുള്ളൂ. നമ്മൾ വീട്ടിൽ നിന്ന് ചപ്പാത്തിയും ചോറൊക്കെ റെഡിയാക്കി ഉണ്ടാവുന്നത്. കാരണം രാവിലെ തന്നെ ഇറങ്ങിയതല്ലേ. ഈ ഒരു സ്പോട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് നല്ല ചൂടുള്ള സമയത്തൊക്കെ വന്നിരിക്കാം. കാരണം കുട്ടിക്കാനത്തു നിന്ന് നമ്മൾ കുമളിക്ക് പോകുന്ന റൂട്ടാണ്. കുമളിക്ക് പോകുന്ന റൂട്ടിലൊരു 1 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് പൈൻ ഫോറസ്റ്റ് എന്ന് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. പക്ഷേ ആ ഉള്ള സ്ഥലങ്ങളെല്ലാം നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം റീൽസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം. പിന്നെ ഈ ചെറിയ ഷോർട്ട് ഫിലിമിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ അവിടെ വന്ന് ഷൂട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. നമ്മളവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. നമ്മളവിടെ നിന്ന് രാമക്കൽമേട് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ രാമക്കൽമേട് എല്ലാവർക്കും അങ്ങോട്ട് ഇതായില്ല. കാരണം നല്ല ചൂടുണ്ടായിരുന്നു ഉച്ച സമയത്തൊക്കെ. അപ്പോൾ പാഞ്ചാലിമേട് പോയേക്കാന്ന് വെച്ച് നമ്മൾ പിന്നെ പാഞ്ചാലിമേടിലേക്ക് പോകുന്നു. എല്ലാവരും പൊന്നുമൊക്കെ പറഞ്ഞു പാഞ്ചാലിമേട്. പൊന്നുവിൻ്റെ കുഞ്ഞിലെ ഞങ്ങൾ പാഞ്ചാലിമേട് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ 3 പേര് മാത്രമല്ല, നമ്മുടെ ബായിയുടെ വൈഫ്, എൻ്റെ അമ്മ, എല്ലാവരും ഉണ്ട്. പാഞ്ചാലിമേട്ടിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ വന്നിട്ടുണ്ടാവുമല്ലോ. അവിടെ ഒരു എൻട്രൻസിന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അകത്തേക്ക് പ്രവേശനമുള്ളൂ. ഒരു 3 മണി സമയമായതുള്ളൂ. പക്ഷേ ഇന്ന് സൺഡേ ആയിട്ടും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഉള്ളിലൊരു ചെറിയൊരു കോഫി ഷോപ്പുണ്ട്. അവിടെ ചായ, ഐസ്ക്രീം, ചെറുകടികൾ, ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട് അവിടെ കേട്ടോ. ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. അത് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മൾ നടന്ന് കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ കാണാം, ചെറിയൊരു ക്ഷേത്രം കാണാം. വാഗമണിലെ പോലെ തന്നെ ഇപ്പം പാഞ്ചാലമേട്ടിലുണ്ട് സിപ്പ് ലൈൻ. അത്യാവശ്യം നല്ല ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ തന്നെയാണ്. പെർ ഹെഡ് 350 ആണ് എമൗണ്ട് വരുന്നത്. പാഞ്ചാലിമേട്ടിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു മല കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഞാൻ കയറിയിട്ടില്ല. കാരണം വരുന്ന ആ ഒരു ടൈം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ച സമയമൊക്കെ ആയിരിക്കും നമ്മൾ വരുന്നത്. അപ്പോൾ ആ ടൈമിലൊന്നും നമുക്ക് അവിടെ കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ ഈ വന്നിരിക്കുന്ന ടൈം കറക്റ്റാണ്, ഒരു 4:30-5 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ല കാറ്റുണ്ട്, പിന്നെ തണുപ്പുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ മുകളിലേക്ക് കയറാൻ വലിയ ക്ഷീണം തോന്നില്ല. ഇപ്രാവശ്യം ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്ത കാരണം ഞാൻ എൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് ഞാൻ തീരുമാനിച്ചു. പതുക്കെ കയറി, കാരണം നല്ല തണുപ്പുണ്ട്. അത് കാരണം നമുക്കൊരു ക്ഷീണമേ ഇല്ല. പിന്നെ പൊന്നുമുണ്ട്, പിന്നെ ബായിയൊക്കെ എൻ്റെ പുറകെ പതുക്കെ കയറുന്നുണ്ട്. ഇത് എവിടെയാണ് എൻഡ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഈ ഒരു ടൈമിൽ ഇവിടെ വരുവാണെങ്കിൽ രാവിലെ ഒരു 6 മണിക്കും 9 മണിക്കും ഇടയ്ക്ക്, ഇല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിക്കും 6:30ക്കും ഇടയ്ക്ക് വരണം. ആ ഒരു ടൈമിൽ നമ്മൾ പിള്ളേരെയും കൊണ്ട് വന്നു കഴിഞ്ഞാലും വലിയവർക്കാണെങ്കിൽ പോലും ക്ഷീണമില്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് ടോപ്പിലൊക്കെ ആണെങ്കിലും കയറിപ്പം അത്യാവശ്യം നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. അവിടെ വെയിലൊന്നും കാണത്തില്ല. ഇപ്പം ഈ കാണുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ഇതാണ് ഏറ്റവും ടോപ്പെന്നാണ് ഞാൻ ഓർത്ത്. പക്ഷേ ഇവിടുന്നും പിന്നെ ആൾക്കാർ മുകളിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. ലച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് താഴെ നിൽക്കുമായിരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ടോപ്പിലെത്തി കഴിഞ്ഞപ്പോഴത്തേന് പതുക്കെ ലച്ചു പതുക്കെ കയറി വരുന്നുണ്ട്. കാരണം ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്ത, വലിയ ക്ഷീണമില്ല. ഇപ്പം ടൈം 6 മണിയായി. ഇനിയിപ്പം നിന്ന് കഴിഞ്ഞാൽ ശരിയാകില്ല. പൊന്നുമൊക്കെ ഉള്ളതല്ലേ, നമുക്കിനി താഴെ ചെല്ലുവാൻ വേണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച വേറെ ഏതെങ്കിലും ഒരു സ്ഥലവുമായിട്ട് നമ്മൾ വരാം. ഓക്കെ.